ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഞാൻ നോമ്പിന് അധികം ഒന്നും ആക്കി വെക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമാണ് ആക്കി വെക്കുന്നത്. കാരണം നമ്മൾ അധികം സ്പെഷ്യൽ ആക്കുന്നത് നോമ്പിന്റെ ടൈമിലാണ്. ഫ്രീസറിൽ ആക്കി വെക്കുന്നത് പെട്ടെന്ന് എന്തെങ്കിലും വയ്യാതൊക്കെ വന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതല്ലേ. അതിനു വേണ്ടിയാണ്. ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഇതിനു വേണ്ടി ഒരു മസാലയാണ് റെഡിയാക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ ആണ്. ഇത് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഞാൻ ഇതുപോലെ 35 പീസാണ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിലും വലുതാക്കേണ്ട. പിന്നെ വേണ്ടത് വലിയ സവാളയാണ്. വെളുത്തുള്ളി, ഇത് കുറച്ചധികം തന്നെ വേണം. വെളുത്തുള്ളിയുടെ ഒരു മണമാണ് ഇതിന് നല്ല ടേസ്റ്റ് നൽകുന്നത്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഞാനിവിടെ 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ഇഞ്ചി. പിന്നീട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാല. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നീട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. അധികമൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നീട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും അധികം വഴന്നു വരേണ്ടതില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നീട് എല്ലാം മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവാൻ വേണ്ടി മൂടി വെച്ച് കൊടുത്ത് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്നിട്ട് തന്നെ ഇതിന്റെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം 1/2 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റി വന്നാൽ ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഇതിന്റെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് വരാം. ബ്രെഡ് പൊടിച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇതാ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 3 മുട്ടയാണ് കേട്ടോ. അത് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച ചിക്കൻ മസാലയിൽ നിന്നും ഓരോ പീസ് ചിക്കനും അതിന്റെ കൂടെ കുറച്ച് മസാലയും എടുത്ത് മുട്ടയിൽ മുക്കി പിന്നീട് ബ്രെഡ് പൊടിയിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം. ശേഷം എന്താ ഇതുപോലെ ആക്കിയെടുക്കാം. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കുന്നുണ്ട്. ചിക്കനിൽ ബ്രെഡ് നന്നായി പിടിക്കണം കേട്ടോ. ഇങ്ങനെ ആക്കി ഒരു ബോക്സിൽ ആക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ ആക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നോമ്പിന് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ ലോങ് ആവുന്നത് കൊണ്ടാണ് അത് കാണിക്കാത്തത് കേട്ടോ. ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലൊരു ഗോൾഡൻ നിറമാണ് ഈ സ്നാക്കിന് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.